Welcome back once again to iPlus Training. So, സെറ്റ് ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തു. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയൊക്കെ ഉണ്ടായി. സോ നമ്മൾ അടുത്തൊരു സെക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെ, നമുക്കറിയാം എത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്കിതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ ഒരു ഡിസ്കഷൻ സെക്ഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ വിൽ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. फर्स्ट वन, उन्होंने अपना पत्र गद्य साहित्य का ठहरे निकालने के लिए निकाला था. आचार्य रामचंद्र शुक्ल ने किस पत्रिका के विषय में यह कहा? ഓക്കെ, നമുക്കറിയാം ആചാര്യ രാമചന്ദ്ര ശുക്ല ഒരു ആലോചക എന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു കഥൻ ഒരു പത്രമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം പത്രിക നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പം നോക്കാം. ഓപ്ഷൻ എ ആനന്ദ കാദംബരി, ഓപ്ഷൻ ബി ഹരിചന്ദ്ര ചന്ദ്രിക, ഓപ്ഷൻ സി സരസ്വതി, ഓപ്ഷൻ ഡി ഹിന്ദി പ്രദീപ്. ഓക്കെ, 4 പത്രികകളുടെ സമ്പാദകകൾ, വർഷം, എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. സോ ആനന്ദ കാദംബരിയാണോ, ഹരിചന്ദ്ര ചന്ദ്രികയാണോ, സരസ്വതി ആണോ, ഹിന്ദി പ്രദീപിനെ പറ്റിയാണോ നമ്മുടെ ആചാര്യ രാമചന്ദ്ര ശുക്ല ഒരു കഥൻ പറഞ്ഞതെന്ന് നോക്കാം. ഉത്തരം വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹിന്ദി പ്രദീപ്. ഓക്കെ, അപ്പൊ ഹിന്ദി പ്രദീപ് എന്നുള്ള പത്രികയെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് ഹിന്ദി പ്രദീപിന്റെ എഡിറ്റർ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഫാക്ട്സ് നോക്കാം. ഹിന്ദി പ്രദീപ് പ്രകാശൻ വർഷ് 1877 1877 ഹിന്ദി പ്രദീപ് എന്ന് പറയുന്ന മാസിക് പത്രിക, അതും പ്രയാഗിൽ നിന്നാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. आचार्य रामचंद्र शुक्ल ने लिखा, सामाजिक साहित्यिक राजनीतिक नैतिक सब प्रकार के छोटे छोटे गद्य पद्य ये अपने पत्रों में 30 वर्ष तक निकालते रहे. ഓക്കെ, അപ്പം അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കഥനാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, नगरी के प्रचार प्रसार के लिए किसने अपने संपूर्ण संपत्ति रजिस्ट्री करके नागरी प्रचार का झंडा उठाया? ഓക്കെ, നാഗരി പ്രചാർ പ്രസാറിന് വേണ്ടിയിട്ട് തന്റെ സമ്പത്ത് മുഴുവൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദേവകീനന്ദൻ ഖത്രീനെ, ഓപ്ഷൻ ബി ഗോപാൽറാം ഗഹ്മറിനെ, ഭാരതേന്ദു ഹരിചന്ദ്ര കെ പിത അല്ലെ, ഓപ്ഷൻ സി ഭാരതേന്ദു ഹരിചന്ദ്രനെ, ആൻഡ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് ഗൗരി ദത്തിനെ. ആരാണ്? ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ പഠിച്ച പോർഷൻസ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ഇത് ഏതാണ് ഉത്തരം വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പണ്ഡിറ്റ് ഗൗരി ദത്ത് ആണ് കേട്ടോ. പണ്ഡിറ്റ് ഗൗരി ദത്ത് ആണ്. കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. इन्होंने गौरी नागर कोश की रचना की. गौरी नागरी कोश എഴുതിയത് അദ്ദേഹമാണ്. इन्होंने प्रणाम या अभिवादन के बदले जय नगरी कहना शुरू किया. ഓക്കെ, ഇത്രയും ഫാക്ട് അദ്ദേഹത്തെ പറ്റി ഓർത്ത് വെക്കാം. മൂന്നാമത്തെ ഒരു ചോദ്യം നിബന്ധിന്റെ വിധിയിൽ നിന്നാണ്. ഭ്രൂണഹത്യ നിബന്ധ കെ ലേഖക് കോൻ ഹെ? ഭ്രൂണഹത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിബന്ധാണ്. അതിന്റെ ലേഖക് ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാലകൃഷ്ണ ഭട്ട്, ഓപ്ഷൻ ബി പ്രതാപ് നാരായൺ മിശ്ര, ഓപ്ഷൻ സി മഹാവീർ പ്രസാദ് ദ്വിവേദി, ഓപ്ഷൻ ഡി ഭാരതേന്ദു ഹരിചന്ദ്ര. നിബന്ധ സാഹിത്യത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവർ 4 പേരും കേട്ടോ. അപ്പൊ ഭ്രൂണഹത്യ ആരുടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടോ ഭ്രൂണഹത്യ? ഉത്തരത്തിലേക്ക് പോവാം. ഉത്തരം ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ്. അപ്പം ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹിന്റ് നമുക്ക് പറയാം. എന്താണ്? ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യകൾ നടക്കുന്നത് അല്ലെ. ഭാരതേന്ദു ഭ്രൂണഹത്യ നിബന്ധ. അപ്പൊ ആ രീതിയിൽ ഭ്രൂണഹത്യ ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിബന്ധമാണ് കേട്ടോ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു നിബന്ധ സംഗ്രഹം നമുക്കൊന്ന് നോക്കാം. ഭാരതേന്ദു का एक अन्य प्रसिद्ध निबंध अंग्रेजों से भारतीयों का जी क्यों नहीं मिलता അല്ലെ. अंग्रेजियों से भारतीयों का जी क्यों नहीं मिलता है എന്ന് പറയുന്ന ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു നിബന്ധ സംഗ്രഹമാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അന്യ നിബന്ധകൾ പറയാണ്. മണികർണിക, കാശി, രാമായൺ കാ സമയ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു നിബന്ധ സംഗ്രഹങ്ങളാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അംഗ്രേസോസൈ ഭാരതീയോം കാ ജി ക്യോം നഹി മിൽത്ത എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഭ്രൂണഹത്യ അല്ലെ. ഇത് ഓർത്ത് വെക്കാൻ നമുക്കൊരു ഇതുണ്ട് അല്ലെ. ബ്രിട്ടീഷേഴ്സിനോട് ഭാരതത്തിൽ ആരാണ് ഫൈറ്റ് ചെയ്യുക? ഭാരതീയരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഭാരതേന്ദു ആ രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാം.
കാരണം കുറെ അധികം നിബന്ധനകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിബന്ധ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. നാലാമത്തെ ചോദ്യം, ഭാരതേന്ദു ഹരിശ്ചന്ദ്രയ്ക്ക് ഫുഫേരെ ഭായ് കോൺ ഥേ? ഇത്രയും തന്നെ കിട്ടിയാൽ ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ ഫുഫേരെ ഭായ് ആരാണ്? അതിൻ്റെ കൂടെ നമുക്കതിന് അത് ഓർത്ത് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ അതിന് കുറച്ച് അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ജിനോനെ ഉൻകെ സതി പ്രതാപ് നാമക് അധൂരെ നാടകോ പൂരാ കിയ. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെയും വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. കിസ്നെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രയ്ക്ക് സതി പ്രതാപ് നാമക് അധൂരെ നാടക പൂരാ കിയ? ആരാണെന്ന് ചോദിക്കാം. ഇനി 2 ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ചെയ്തും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓപ്ഷൻ എ രാധാകൃഷ്ണദാസ്, ഓപ്ഷൻ ബി രാധാചരൺ ഗോസ്വാമി, ഓപ്ഷൻ സി കാർത്തിക് പ്രസാദ് ഖത്രെ, ഓപ്ഷൻ ഡി ലാല ശ്രീനിവാസ ദാസ്. നാട്ടക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവർ 4 പേരും അല്ലേ. അപ്പോൾ ഇതിൽ ആരാണ് ആ ഒരു നാടകം കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ ഫുഫേരെ ബായ് എന്നറിയപ്പെടുന്നത്, ഫുഫേരെ ബായ് ആയിട്ടുള്ളത്? റിമൈൻഡ് ചെയ്ത് നോക്കാം. ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രാധാകൃഷ്ണദാസ് ആണ് കേട്ടോ. രാധാകൃഷ്ണദാസ് ആണ് ഭാരതേന്ദുവിന്റെ ഫുഫേരെ ബായ്. അദ്ദേഹത്തിന്റെ അധൂര നാടകമായിട്ടുള്ള സതി പ്രതാപ് കംപ്ലീറ്റ് ചെയ്തതും രാധാകൃഷ്ണദാസ് തന്നെയാണ്. ഓക്കെ, ഇനോനെ ദുഃഖിനി ബാല നാമക് ചോട്ടാസ രൂപക് ലിഖ. രാധാകൃഷ്ണദാസിന്റെ ദുഃഖിനി ബാല എന്ന് പറയുന്ന രൂപക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ദുഃഖിനി ബാല. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്, കവിത കാ ഉത്തർ ജീവൻ കിസ്കി പുസ്തക് ഹെ? കവിത കാ ഉത്തർ ജീവൻ എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ നിർമ്മല ജെയിൻ, ഓപ്ഷൻ ബി മലയജ്, ഓപ്ഷൻ സി പരമാനന്ദ് ശ്രീവത്സവ്, ഓപ്ഷൻ ഡി വരുന്നത് കുവർണറായ്. കവിത കാ ഉത്തർ ജീവൻ, കവിത കാ ഉത്തർ ജീവൻ കിട്ടുന്നുണ്ടോ? ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ സി പരമാനന്ദ് ശ്രീവാത്സവ് അല്ലെ. കവിതയുടെ ഉത്തരം കിട്ടിയാൽ നമുക്ക് പരമാനന്ദം കിട്ടും, അങ്ങനെയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത് അല്ലെ. വേറെ രീതിയിൽ ഹിൻസ് ഉള്ളവർക്ക് അങ്ങനെ ഓർക്കാം, പക്ഷെ ഞാൻ പറഞ്ഞത് കവിത കാ ഉത്തർ ജീവൻ എന്ന് പറയുമ്പോൾ പരമാനന്ദ് ശ്രീവാത്സവ് ആണ്. കുറച്ച് ഫാക്ടുകൾ പരിചയപ്പെടാം. ഓക്കെ, ഉनका ജന്മവർഷ 1935 ആണ്. പ്രസിദ്ധ പുസ്തകയും പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ് കവിത കാ അർത്ഥാത് 1999, കവിത കാ ഉത്തർ ജീവൻ 2004, ദൂസറ സൗന്ദര്യ ശാസ്ത്ര ക്യോ 2005. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മുടെ പരമാനന്ദ് ശ്രീവാസ്തവിന്റെ. ഓർത്തു വെക്കാം. ക്ലിയർ അല്ല? 6ാമത്തെ ഒരു ചോദ്യം, എപ്പോഴും നെറ്റിന്റെയും സെറ്റിന്റെ ഒക്കെ സിലബസിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഓർഡർ ആക്കാൻ അല്ലെ, ജന്മക്രമിനനുസരിച്ച് ഓർഡർ ആക്കാൻ. ഇതുപോലെ തന്നെ അവരുടെ രചനകളും തരാറുണ്ട്, രചനാകാല ഓർഡർ ആക്കാനൊക്കെ തരാറുണ്ട്. ഇത് നമ്മുടെ ഭാരതേന്ദു പീരീഡിൽ, ആധുനിക കാല ഭാരതേന്ദു കാലിലുള്ള ലേഖകളാണ്. നിമ്നലിഖിത നിബന്ധകാരോं का जन्म क्रम के आधार पर क्रम चुनिए. ऑप्शन ए भारतेंदु, बालकृष्ण भट्ट, प्रेमघन, लाला श्रीनिवास दास. लाला श्रीनिवास दास, बालकृष्ण भट्ट, भारतेंदु, प्रेमघन. ബാലകൃഷ്ണ ഭട്ട്, ഭാരതേന്ദു, ലാല ശ്രീനിവാസദാസ്, പ്രേംഘൻ. ഓപ്ഷൻ ഡി വരുന്നത് പ്രേംഘൻ, ബാലകൃഷ്ണ ഭട്ട്, ഭാരതേന്ദു, ലാല ശ്രീനിവാസദാസ്. എങ്ങനെയാണ് ഓർഡറിൽ വരുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ഓർഡർലി അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ജന്മക്രമിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ബാലകൃഷ്ണ ഭട്ട്, ഭാരതേന്ദു, ലാല ശ്രീനിവാസദാസ്, പ്രേംഘൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജന്മവർഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബാലകൃഷ്ണ ഭട്ട് വരുന്നത് 1844 അല്ലെ. 4 പേരിൽ ഏറ്റവും ആദ്യം ബാലകൃഷ്ണ ഭട്ടാണ്. പിന്നീട് ഭാരതേന്ദു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഭാരതേന്ദുവിന്റെ ജന്മവർഷം 1850 ആണ്. 1850. അടുത്തത് ലാല ശ്രീനിവാസദാസ് വരുന്നത് 1851. 4ാമത്തത് പ്രേംഘൻ ആണ് 1855. ഇങ്ങനെയാണ് ബാലകൃഷ്ണ ഭട്ട്, ഭാരതേന്ദു, ലാല ശ്രീനിവാസദാസ്, പ്രേംഘൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം, हजारी प्रसाद द्विवेदी द्वारा लिखी गई पुस्तक कबीर का प्रकाशन वर्ष क्या है? प्रकाशन वर्ष क्या है? ओके, ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയിട്ടുള്ള കബീർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശൻ വർഷ എപ്പോഴാണ്? കബീർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നിബന്ധമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയും ചോദിക്കാം കേട്ടോ. കബീർ കാ രചനാകാർ കോൻ ഹേ? ഹസാരി പ്രസാദ് ദ്വിവേദി.
സോ 1930, 1941, 1950, 1972 രചനകൾ പഠിക്കുമ്പോൾ ഇതിന്റെ വർഷം കൂടെ ഓർത്ത് വെക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളൊക്കെ. വർഷം വരുന്നത് 41 ആണ് കേട്ടോ. 1941 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹസാരി പ്രസാദ് ദ്വിവേദി द्वारा लिखी गई पुस्तक कबीर का प्रकाशन वर्ष होता है 1941. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിബന്ധമായിരുന്നില്ല, ആലോചനാത്മക ഇതിഹാസ കൃതിയാണ് കേട്ടോ നമ്മുടെ കബീർ എന്നുള്ളത്. അപ്പം കൃതികൾ ഏതൊക്കെയാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഓപ്ഷൻ 4 കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ആലോചനാത്മക കൃതികളാണ് കൊടുത്തിട്ടുള്ളത്. സൂർദാസ് 1930, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ആലോചനകളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. സൂർദാസ് 1913. ഹിന്ദി സാഹിത്യ की भूमिका 1940. कबीर 1941. हिंदी साहित्य का आदिकाल 1951. सहज साधना 1963. कालिदास की लालित्य योजना 1965. മധ്യകാലീന ബോധക സ്വരൂപ് 1970. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് കേട്ടോ. സോ എല്ലാം തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. അദ്ദേഹത്തിന്റെ ആലോചനാത്മക കൃതികൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ, നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ. ഓക്കെ, സോ 8ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഹിന്ദി की रोमांटिक कविता का मैनिफेस्टो किस कविता संग्रह की भूमिका को कहा जाता है? നമ്മുടെ ഛായാവാദി പീരീഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. ഹിന്ദി റൊമാൻറ്റിക് കവിതയിലെ റൊമാൻറ്റിക് കവിത മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ഏത് കവിതാ സംഗ്രഹത്തിന്റെ ഭൂമികയാണ്? ഓപ്ഷൻ എ കാമായനി, ഓപ്ഷൻ ബി പല്ലവ്, ഓപ്ഷൻ സി അനാമിക, ഓപ്ഷൻ ഡി വരുന്നത് നിഹാർ. ഇതൊക്കെ ആരുടെ ആണെന്ന് കൂടി നമ്മൾ ഈ സമയത്ത് ഒന്ന് ഓർത്തെടുക്കുന്നത് നന്നാവും. കാമായനി, പല്ലവ്, അനാമിക, നിഹാർ. ഓക്കെ, ഏതാണ് ഉത്തരം വരുന്നത്? ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പല്ലവ് അല്ലെ. പല്ലവ് എന്ന് പറയുന്ന രചനയുടെ ഭൂമികയെ ഹിന്ദി റൊമാൻറ്റിക് കവിത മാനിഫെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പം എഴുതിയത് ആരാണ്? പല്ലവ് എഴുതിയത് പന്ത്ജി ആണ്. പന്ത് കാ ജന്മവർഷ പറയുന്നത് 1900 അല്ലെ, 1900 പീരീഡിലാണ്. അപ്പൊ ഈ ഒരു വർഷത്തിന് മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്. എന്താന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ആൻഡ് പല്ലവിന്റെ രചനാക്കാലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പന്ത്ജിയുടെ മിക്ക രചനകളും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെയാണ് പല്ലവ് 1928 ആൻഡ് പന്ത്ജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പന്തിന്റെ ചിദംബര എന്ന് പറയുന്ന കവി സംഗ്രഹമാണ്. पंत को चिदंबरा काव्य संग्रह पर सन 1968 में भारतीय ज्ञानपीठ पुरस्कार मिला. ഇമ്പോർട്ടന്റ് ആണ്. പന്തിന് 1968 കാവ്യ സംഗ്രഹമായിട്ടുള്ള ചിദംബരയ്ക്ക് ജ്ഞാൻപീഠ് പുരസ്കാരം കിട്ടുന്നുണ്ട്. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പന്തിന്റെ ജ്ഞാൻപീഠ പുരസ്കാരം കിട്ടിയത് ഏത് രചനയ്ക്കാണെന്ന് ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് ഹിന്ദിയിൽ കിട്ടിയതും പന്തിനാണ്. വർഷം 1968, അതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. പന്തുമായി ബന്ധപ്പെട്ട ഈ 2-3 ഫാക്ട്സ് നമ്മൾ എന്തായാലും ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? 9ാമത്തെ ചോദ്യം. നിമ്ന ആലോചകോं का जन्मक्रम के आधार पर क्रम स्थापित कीजिए. അഗൈൻ ഒരു ഓർഡർ ചെയ്യാനാണ്. ജന്മക്രമിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആലോചകരെ അല്ലെ നമ്മൾ ഒന്ന് ക്രിട്ടിസൈസേഴ്സിനെ ഒന്ന് ഓർഡർ ചെയ്യാനാണ്. ഓപ്ഷൻ എ വരുന്നത് റാങ്കേ രാഘവ്, ഓപ്ഷൻ ബി രാംവിലാസ് ശർമ്മ, എയിൽ വരുന്നത് റാങ്കേ രാഘവ്, രാംവിലാസ് ശർമ്മ, മുക്തിബോധ്, അമൃത് റായ്. ഓപ്ഷൻ ബിയിൽ വരുന്നത് രാംവിലാസ് ശർമ്മ, മുക്തിബോധ്, അമൃത് റായ്, റാങ്കേ രാഘവ്. ഓപ്ഷൻ സിയിൽ വരുന്നത് റാങ്കേ രാഘവ്, മുക്തിബോധ്, അമൃത് റായ്, രാംവിലാസ് ശർമ്മ. 4ാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് രാംവിലാസ് ശർമ്മ, മുക്തിബോധ്, റാങ്കേ രാഘവ്, അമൃത് റായ്. സോ ഇതിലെ ഏത് ഓർഡർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യാം? ക്രിട്ടിസൈസേഴ്സ് ഇവർ 4 പേരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇവരുടെ രചനകളൊക്കെ തന്നെ നോക്കി വെക്കണം. ഉത്തരത്തിലേക്ക് പോകല്ലേ? ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. രാംവിലാസ് ശർമ്മ, മുക്തിബോധ്, അമൃത് റായ്, റാങ്കേ രാഘവ്. ഇങ്ങനെയാണ് നമുക്ക് ജന്മക്രമിന്റെ ആധാറിൽ അവരെ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു ഫാക്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഇവരുടെ ജന്മക്രം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരുടെ വർഷം കൂടെ നോക്കിയേക്കാം അല്ലെ.
രാംവിലാസ് ശർമ്മയുടെ ജന്മവർഷം എന്ന് പറയുന്നത് 1912 ആണ്, 1912. മുക്തിബോധ് 1917 അമൃത് റായ് 1921, 1921 ആൻഡ് റാങ്കി രാഘവ് വരുന്നത് 1923 ഓക്കെ, ക്ലിയർ അല്ലേ? 4 പേരുടെയും വർഷങ്ങൾ, അവരുടെ മറ്റു ആലോചന ഗ്രന്ഥങ്ങളും രചനകളൊക്കെ ഒന്ന്, കവിതാ സംഗ്രഹങ്ങളൊക്കെ നോക്കി വെക്കണേ. സോ ഈ ഒരു സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും ആലോചനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഡോക്ടർ നഗേന്ദ്ര കിസ് പ്രകാർ കി ആലോചക് മാനെ ജാത്തെ ഹെ? ഡോക്ടർ നഗേന്ദ്ര ഏത് രീതിയിലുള്ള ആലോചക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ വരുന്നത് സൗഷ്ഠവവാദി, ഓപ്ഷൻ ബി വരുന്നത് രസവാദി, ഓപ്ഷൻ സി പ്രഗതിവാദി ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് മാർക്സ്വാദി. ഇതിൽ ആരാണ് നഗേന്ദ്രൻ ഏത് പ്രകാരമുള്ള ആലോചക് എന്നാണ് അറിയപ്പെടുന്നത്? കിട്ടിയ ഉത്തരം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രസവാദി. നഗേന്ദ്ര രസവാദി ആലോചക് എന്നുള്ള രീതിയിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നഗേന്ദ്രമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട് നോക്കാം. ആലോചനയിലാണ് കേട്ടോ. ഡോക്ടർ നഗേന്ദ്ര की प्रसिद्ध पुस्तकें സാഖ്യേത് ഏക് അധ്യയൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആലോചനയാണ് സാഖ്യേത് ഏക് അധ്യയൻ 1939, रस सिद्धांत, रेदिकाव की भूमिका 1948, कामायनी के अध्ययन की समस्या 1962, नई समीक्षा नई संदर्भ 1970, अप्रवासी की यात्राएं 1972. नंद दुलारे वाजपेयी को सौष्ठववादी और समन्वयशील आलोचक कहा है. ഇതിൽ പറഞ്ഞ നന്ദ ദുലാരെ വാജ്പേയി ആണെങ്കിൽ സൗഷ്ഠവവാദിയാണ്. नगेंद्र द्वारा संपादित हिंदी साहित्य का इतिहास ग्रंथ सन 1973 में लिखा गया है. प्रगतिवादी लेखकों में शिवदान सिंह चौहान का नाम आता है. മാർക്സ്വാദി ആലോചകവും രാംവിലാസ് ശർമ്മ മാർക്സ്വാദിയിലും കൂടെ പെടും. സോ ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. പ്രഗതിവാദി ലേഖകാണ് ശിവദാൻ സിംഗ് ചൗഹാൻ, മാർക്സ്വാദി ആലോചകാണ് രാംവിലാസ് ശർമ്മ, നന്ദുലാരി വാജ്പേയി സൗഷ്ഠവവാദിയാണ്. ഓക്കെ, സോ ഇത്രയും ആലോചകന്മാരും അവർ ഏത് രീതിയിൽ വരുന്നതെന്നും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ? ആലോചനയുമായി ബന്ധപ്പെട്ട് മറ്റേ ഈ പറഞ്ഞ നന്ദുലാരി വാജ്പേയി, നഗേന്ദ്ര, അതുപോലെ ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആലോചനാത്മക ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആലോചകരാണ് എല്ലാവരും തന്നെ. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീമിൽ നിന്നായിരുന്നു. സോ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ വിൽ കൺക്ലൂഡ് ഹിയർ. താങ്ക് യു.